മലയാളം സംസാരിക്കണ്ട. സായിബിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇംഗ്ലീഷ് സംസാരിക്കണം. ഓസ്ട്രേലിയയിൽ അത് ബാധകമാണെന്നുണ്ടെങ്കിൽ കിണ്ടത്തിലും അത് ബാധകം. നീ വേണേ അന്യഭാഷ സംസാരിക്കാൻ പഠിച്ചോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കണം. കിണ്ടത്തിന്റെ ലാംഗ്വേജാണ്. ദാർക്ക വിസർഗിയാർത്ഥനറിയില്ല. ആ വൺ ലാംഗ്വേജ് പാറ്റേൺ കർത്താവ് മടക്കിക്കൊണ്ടുവരികയാണ്. വൺ കിങ്ഡം, വൺ കിങ്, വൺ ലാംഗ്വേജ്. നിന്നെ ഒന്നാക്കുവാൻ വേണ്ടിയാണ്, ഒന്നാക്കുവാൻ വേണ്ടിയാണ്. കിങ്ഡത്തിൽ നിന്നെ ഒന്നാക്കുവാൻ വേണ്ടി നിനക്ക് ഒരു ഭാഷ ആവശ്യമാണ്. നിനക്ക് മറ്റു പല ഭാഷകളുണ്ട്, നല്ല കാര്യം. പക്ഷെ കിങ്ഡത്തിനകത്ത് നീ ഈ കിങ്ഡം ലാംഗ്വേജ് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. വളരെ പഴയ തുരുമ്പ് വന്ന താഴെ കീസ് അത് പൊട്ടുന്നതായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നു. ആരുടെയൊക്കെ ജീവിതത്തിൽ ചില ആത്മീക വാതിലുകൾ പണ്ടത്തെ പാരമ്പര്യത്തിന്റെ പൂട്ടിയത് ഇപ്പോൾ ഈ ആരാധന പൊട്ടിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ. പാരമ്പര്യമായിട്ട് നിന്നെ പൂട്ടിയിട്ടിരുന്നത്, തലമുറകളായി നിന്നെ പൂട്ടിയിട്ടിരുന്നത്, ആ പൂട്ടിയിട്ട താഴുകൾ പൊട്ടിയിരിക്കുകയാണ്. ആ തുറക്കപ്പെടുകയാണ് വാതിലുകൾ നമുക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടു. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കിങ്ഡം ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ഭാഷ, അന്യഭാഷ എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ നമ്മൾ അല്ലാതെ പറയുന്ന ഭാഷയല്ല. നോ, കിങ്ഡത്തിന്റെ ലാംഗ്വേജാണ്. ആ കിങ്ഡം കോസ്മോസിനെ മുഴുവൻ ഒന്നാക്കുവാനുള്ള ബൃഹത്തായ ദൈവ പദ്ധതിയുടെ ഭാഗമാണ് ഈ ഭാഷ. അതുകൊണ്ടാണ് സഭാസ്ഥാപനത്തിൽ മാത്രമാണ് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചർച്ചാണ് കോസ്മോസിനെ ഒന്നാക്കുവാൻ പോകുന്നത്.
യേശുവിന്റെ ഉള്ള സമയത്ത് പോലും അവിടെ ശിഷ്യന്മാർ അന്യഭാഷകൾ സംസാരിച്ചില്ല. ചർച്ച് സ്ഥാപിതമായ ആ ദിവസമാണ് ഇവർ അന്യഭാഷ തുടങ്ങിയത്. അന്ന് മുതൽ കോസ്മോസിനെ ഒന്നാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അതിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ ഭാഷയും കർത്താവ് കൊടുത്തു. നിങ്ങൾ 13-ാമത്തെ അധ്യായമാണല്ലോ ഒരു കോൺട്രവേഴ്സ്യലായിട്ട് പലരും പറയുന്നത്. ആ കോൺട്രവേഴ്സ്യലായിട്ട് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കണം, 13-ാമത്തെ അധ്യായത്തിന് ശേഷമാണ് 14-ാമത്തെ അധ്യായം. സമ്മതിക്കുവാൻ നിങ്ങൾ തയ്യാറാണല്ലോ? 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നു പ്രവചനപരമോ, അതിന്റെ 8-ാം വാക്യത്തിൽ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇതാണ് ഇതിന്റെ ഫൈനൽ വേർഡെങ്കിൽ പിന്നെ 14-ാമത്തെ അധ്യായം നമ്മൾ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 14-ാമത്തെ അധ്യായത്തിൽ ഈ 13-ാമത്തെ അധ്യായം എഴുതിയ ആൾ തന്നെയാണല്ലോ 14-ാം അധ്യായം എഴുതിയത്. 13-ാം അധ്യായം എഴുതിയതിനു ശേഷമാണല്ലോ 14-ാമത്തെ അധ്യായം എഴുതിയത്. നിങ്ങൾ 14-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു 39-ാമത്തെ വാക്യത്തിൽ, 39-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം, പ്രവചനവരം നിന്നുപോയെങ്കിൽ പിന്നെന്തിനാണ് ഇദ്ദേഹം 14-ാമത്തെ അധ്യായത്തിൽ പ്രവചനവരം വാഞ്ചിക്കാൻ എഴുതിയിരിക്കുന്നത്? അത് വളരെ സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. 13-ാമത്തെ അധ്യായത്തിൽ കാര്യം നിന്നുപോയെങ്കിൽ എന്തിനാ പിന്നെ 14-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പ്രവചനവരം വാഞ്ചിപ്പിൻ എഴുതിയിരിക്കുന്നത്? തീർന്നിട്ടില്ല. താഴെ നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. 13-ാമത്തെ അധ്യായത്തിൽ ഭാഷാവരം നിന്നുപോയി പിന്നെ എന്തിനാണ് 14-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ 39-ാമത്തെ വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്? വിവേകമുള്ളവർക്ക് തിരിച്ചറിയുക. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. 13-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം കൊണ്ട് നിങ്ങളെ ആരും കബളിപ്പിക്കുവാനിട വരരുത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു നന്മയെ തടയുവാനിട വരരുത്. അത് വഞ്ചനയാണ്, അത് പക്കാ ഡിസപ്ഷനാണ്. 13-ാമത്തെ അധ്യായത്തിൽ കാര്യം തീർന്നുവെങ്കിൽ 14-ാമത്തെ അധ്യായത്തിൽ 13-ാം അധ്യായം എഴുതിയ അതേ ആൾ തന്നെയല്ലേ ഇത് എഴുതിയിരിക്കുന്നത്? ഇനി തീർന്നിട്ടില്ല, ഞാനത് വിശദീകരിക്കുന്നതാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ വിലക്കരുത് എന്നുള്ള കാര്യം, ഈ വിലക്കരുത് എന്നുള്ള മലയാളത്തിൽ ഈ വിലക്കരുത് എന്നുള്ള വാക്ക് 3 പ്രാവശ്യമേ 3 കാര്യങ്ങളോട് ചേർന്ന് മാത്രമേ പുതിയ നിയമത്തിൽ വരുന്നുള്ളൂ. 1 സ്നാനം വിലക്കരുത്, 2 കല്യാണം വിവാഹം വിലക്കരുത്, 3 അന്യഭാഷ വിലക്കരുത്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ വിലക്കരുത് എന്നുള്ള വാക്ക് വരുന്നുള്ളൂ. ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അന്യഭാഷയിലേക്ക് തന്നെ തിരിച്ചു വരാം. 13-ാമത്തെ അധ്യായത്തിൽ അന്യഭാഷ നിന്നുപോയെങ്കിൽ 14-ാമത്തെ അധ്യായത്തിൽ എന്തിനാണ് ഈ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കരുതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവർ നിങ്ങളുടെ മുൻപിൽ ലഭ്യമാകേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ കവർന്നെടുക്കുകയാണ്. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഭാഗത്ത് ഇനി രസകരമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടല്ല മനുഷ്യരുടെ അത്ര സംസാരിക്കുന്നത്. അടുത്ത ഭാഗം നിങ്ങൾ നോക്കുക. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ഞാനിപ്പോ പറയും, ഞാൻ ആദ്യമായി അന്യഭാഷ പറഞ്ഞ 2 വാക്കാണ്. ഡഗ ഡഗ എന്ന 2 വാക്കാണ് ഞാൻ പറഞ്ഞത്. ഡഗ 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 ഡഗ. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് എന്താ തമാശ? കുമ്മനാട് വർഷങ്ങൾ കൊണ്ട് IPC കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു സഹോദരി ക്രേത്ത 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 എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ആളുകൾക്ക് തമാശ. അപ്പൊ സ്വീഡനിൽ നിന്ന് വന്ന ഒരാൾ കേട്ടു പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വീഡിഷ് ഭാഷയിൽ ഇവൾ പറയുന്നത് സ്വത്രം സ്വത്രം എന്നാണ്. ഞാൻ ഡകടകടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതെന്താണ്. പക്ഷെ ഞാൻ ഇന്ന് ലവ് സ്പീക്കിംഗ് ഓർ വേഴ്സ് മെനി പുതിയ ഒരുപാട് ഭാഷകളിൽ പറയുന്നു. തുടങ്ങിയത് ഡകടകയിൽ നിന്നാണ്. പക്ഷെ ഈവന്റെ ഡകടക പോലും എന്താണെന്ന് അറിയാമോ? അവൻ ആത്മാവിൽ മിസ്റ്ററീസിനെയാണ് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഡകടക നിസാരമാണോ? ഡകടക ഒരു സാധാരണ ഭാഷയാണോ? സാധാരണ ഗ്രാമീണ ഭാഷയാണോ? നോ. മിസ്റ്ററി എന്താണെന്ന് അറിയാമോ? നാം ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ മിസ്റ്ററിയെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യയിലെ എഫേസ്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്,
തനിക്കൊരു മിസ്റ്ററി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് എഫെസ്യ ലേഖനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായത്തിലും മറ്റും കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കുമോ? In the mystery of Christ. വായിച്ചു. Which in other ages was not made known to the sons of men. Yes. As it has now been revealed by the Spirit to His holy apostles. Yes. ഇവിടെ 2-3 കാര്യങ്ങൾ ഓർത്തോണം. മിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ വിസ്ഡം ആണ്, സീക്രട്ട് വിസ്ഡം ആണ്, ഹിഡൻ ട്രൂത്ത് ആണ്. ഈ ഹിഡൻ ട്രൂത്ത്സ്, മിസ്റ്ററീസ് ആർ നോട്ട് ത്രൂ റെവലേഷൻ. റെവലേഷനിൽ കൂടെ മാത്രമേ മിസ്റ്ററീസ് നമുക്ക് അതിന്റെ അർത്ഥം ലഭ്യമാകുകയുള്ളൂ, റിവീൽഡ് ആകത്തുള്ളൂ. And revelation തരുവാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? Only the Holy Spirit can reveal the mysteries. Amen. Praise the Lord. ഇനി 1 കൊരിന്ത്യരിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ മിസ്റ്ററീസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യം. But we speak the wisdom of God in a mystery. Yes. The hidden wisdom which God ordained. Hidden wisdom. Mysteries എന്താണ്? Hidden wisdom ആണ്. വായിച്ചു. Which God ordained before the ages of our God ordained before the ages of ഇതൊക്കെ കേട്ട് നിങ്ങൾ അത്ഭുതപ്പെടണം. നിങ്ങൾ പറയുന്ന 2 അന്യഭാഷകളായിരിക്കും, പക്ഷേ അത് പറയാതെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? യുഗങ്ങൾക്ക് മുന്നമേ കർത്താവ് നിഗൂഢമായി വച്ചിരുന്ന ദൈവിക ജ്ഞാനം മർമ്മമായിട്ട് നീ അന്യഭാഷയിൽ സംസാരിക്കുകയാണ്. ഓ റസലതീന റോബിനി വസനി തറലാമസ്രൈനി അൽബസിനി ദദക ഗനദികൾ ഗനദികത്തല. അപ്പോൾ ഇത് ഈ രസകരമാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ അടുത്ത വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാമത്തെ വാക്യം വായിച്ച്. ഈ തലകുത്തി പറഞ്ഞ പിശാചിന് മനസ്സിലാവുന്നില്ല. തലയിൽ കുത്തി. നീ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. മിസ്റ്ററീസുമായി ബന്ധപ്പെട്ട അന്യഭാഷയിലെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അന്യഭാഷ ദൈവത്തിനല്ലാതെ, പരിശുദ്ധാത്മാവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ആർക്കും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ അന്യഭാഷ പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. ആരും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനത്തിലൂടെ വെളിപ്പെടുത്തി തന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ പിശാചിന്റെ കിണ്ടത്തിലെ ഏറ്റവും വെല്ലുവിളി ലൂസിഫർ എന്ന്. അവനെ കൺഫ്യൂസ്ഡ് ആക്കുവാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്താണെന്ന് അറിയാം? സ്പീക്കിംഗ് അതർ ടങ്സ്. ഓസ്ട്രേലിയ വിടുവിക്കണം കർത്താവേ, ഓസ്ട്രേലിയയുടെ സിഡ്നിയെ വിടുവിക്കണം കർത്താവേ, മെൽബണെ വിടുവിക്കണം കർത്താവേ. അവൻ മുഴുവൻ നോട്ട് ചെയ്ത് വെക്കും. ഇവൻ മെൽബണെ വിടുവിക്കുവാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്, പോയിന്റ് വെച്ചിട്ടുണ്ട്. അവൻ നിന്റെ ഭാഷ മനസ്സിലാവും. പക്ഷെ ഏത് സെക്കൻഡിൽ നീ അന്യഭാഷയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നുവോ അവൻ കൺഫ്യൂഷനിലായി, അവൻ മനസ്സിലാകത്തില്ല. ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. വായിച്ചോയെ. യെസ്. ആ ഇഗ്നോറൻസിന്റെ ഒരു വലിയ റിസൾട്ടാണ് കർത്താവിനെ അവർ ക്രൂശിച്ചത്. അവർക്ക് അറിയത്തില്ലായിരുന്നു കർത്താവിനെ ക്രൂശിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന്. വായിച്ചു, താഴെ വായിച്ചു. Eye has not seen, nor ear heard, nor have entered into the heart of man. Yes. The things which God has prepared for those Yes. who love Him. But God has revealed. ഇതൊക്കെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കിത് കേൾക്കാത്തോ കാണാത്തോ വല്ലതാണ്. നമുക്കിത് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. Praise the Lord. Hallelujah. Praise the Lord. നിന്റെ ജീവിതത്തിൽ മുന്നിലുള്ള ചില കാര്യങ്ങളെ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ആരിലൂടെയാണെന്ന് പറയുന്നു. അടുത്ത വാക്യം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിലാണ് ഇത് വെളിപ്പെട്ടു കിട്ടുന്നത്. ഹല്ലേലൂയ. എത്ര വലിയ സാധ്യതയാണ് അന്യഭാഷയിൽ നീ സംസാരിക്കുമ്പോൾ. എതിർ രാജ്യത്തിലുള്ള ഒരു വ്യക്തിക്കും ഇത് മനസ്സിലാവുകയില്ല. ഓ യെസ് മാസ്റ്റർ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് യുദ്ധത്തിന്റെ ഒരു പാറ്റേൺ തന്നെയാണ്. നമുക്കറിയാമല്ലോ. എല്ലാ സൈന്യത്തിന് അവരുടെ കോഡ് ലാംഗ്വേജസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പണ്ട് കാലത്ത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ
പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമായിരുന്നു. ചിലയിടങ്ങളിൽ കോടതി മലയാളികളെയായിരുന്നു എഴുതിയിരുന്നത്. ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് വാർത്തകൾ എത്തിക്കുവാൻ വേണ്ടി അവർക്ക് പാകിസ്ഥാനികൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യത വളരെ കുറവുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോഡ് ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആമീൻ. പോകട്ടെ, അന്യഭാഷയിൽ നീ സംസാരിക്കുകയാണെങ്കിൽ ആ നിലയിൽ നിനക്കൊരു സുരക്ഷിതത്വം ലഭിക്കുകയാണ്. എതിർ രാജ്യത്തുള്ള ഒരുവനും നീ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയുകയില്ല. പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. നീ അപ്പോൾ പറയുന്നത് സാധാരണ കാര്യങ്ങളല്ല, മിസ്റ്ററീസ് ആണ് പറയുന്നത്. മിസ്റ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ വിസ്ഡം ആണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പാർലമെന്റേറിയൻ പാർലമെന്റിൽ ചെന്നതിന് ശേഷം മുറുക്കാങ്കടയിലെ കാര്യമാണോ പറയുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ ചെന്നതിന് ശേഷം അയാൾ പറയുന്ന കാര്യങ്ങൾ നിയമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നീ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? കോസ്മോസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോസ്മോസിന്റെ റീകൺസിലിയേഷൻ ആണ് നിന്റെ ഈ ഭാഷയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സാധ്യതകളാണ്. ഒരു സാധ്യതയോടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയ മിസ്റ്ററീസ് ആണ്. ആ മിസ്റ്ററീസിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവരാജ്യ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, കോസ്മോസിന്റെ ബെനിഫിഷ്യൽ, കോസ്മോസിന്റെ റിക്കൺസിലിയേഷന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യനെ കർത്താവിന് ആവശ്യമാണ്. സഭയെ കൂടാതെ കർത്താവ് അത് പൂർത്തീകരിക്കുന്നില്ല. ദൈവത്തിന് നിങ്ങളെ ആവശ്യമാണ്. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, സൂപ്പർ നാച്ചുറൽ കമ്മ്യൂണിക്കേഷനാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ പ്രഭാതത്തിൽ അന്യഭാഷ പറയുന്ന സന്ദർഭത്തിൽ ഈ അന്തരീക്ഷത്തിൽ തന്നെ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കുവാനുണ്ട്. അത് കർത്താവ് നിന്നിലൂടെയാണ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ ഇന്ന് വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി റഷ്യയിലോ പോളണ്ടിലോ കണ്ടെന്നിരിക്കും. ആ ആളിന്റെ വിടുതലിന് വേണ്ടി നിന്റെ ഈ ഭാഷ കർത്താവ് ഉപയോഗിക്കും. ഞാൻ ഇതിൽ വേറെ സാധ്യതയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാളിന്റെ ആവശ്യം ചിലപ്പോൾ നമുക്കിപ്പോൾ അറിയത്തില്ലായിരിക്കാം. അവന്റെ ആവശ്യം ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. അതിനാൽ ആ വ്യക്തിക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനയെ കർത്താവ് ഉപയോഗിക്കും. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച്, സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് യൂദായുടെ ലേഖനം കൂടെ ചേർത്ത് വെച്ച്, കൊരിന്ത്യർ ലേഖനം കൂടെ ചേർത്ത് 3 വാക്യങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റിലുള്ള പ്രാർത്ഥന അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ചു. കേട്ടോ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിട വരും? സകല വിശുദ്ധന്മാർക്ക് വേണ്ടി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും? തോമസ്, മർത്തോസ്, മർക്കോസ്, ജാക്കോ, ഡേവിഡ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞ എല്ലാവരുടെയും പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒക്കുമോ? No. When we pray with other tongues, we pray for all the saints. There is no way we could pray for all saints with our understanding, because in the natural we don't know all the saints. But God has provided this means of supernatural communication apart from our understanding to enable us to do just that. Amen. ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയുമ്പോൾ നിന്റെ ഈ ഭാഷയിലൂടെ പോളണ്ടിൽ ഒരാൾ വിടുവിക്കപ്പെടുകയായിരിക്കും. ഞാൻ പറഞ്ഞറിയില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണ്. ഞാൻ 2008 ലണ്ടനിലായിരിക്കുന്ന സന്ദർഭത്തിൽ അരുണാചൽ പ്രദേശിലെ വിശ്വാസികൾ പറയാനത്തില്ല, പെട്ടെന്ന് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഒരാഴ്ചത്തേക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ അവിടെ ലണ്ടനിലായിരിക്കുന്ന സന്ദർഭത്തിൽ അരുണാചൽ പ്രദേശിൽ ഒരു ഹൗസ് മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ലേഡിയുണ്ട്, കഹാർ എന്നാണ് പറയുന്നത്. പാവം സ്ത്രീയാണ്, വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഭാഷ പറയും, എഴുതാനും വായിക്കാനും അറിയത്തില്ല, അവരുടെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, കുറച്ച് ഹിന്ദി പറയും. അവിടെ ഒരു ഹൗസ് മീറ്റിംഗ് നടക്കും. ഒരു ഡോക്ടറുടെ വീട്ടിലാണ് ഹൗസ് മീറ്റിംഗ് നടന്നത്. ഭയങ്കര ആത്മസാന്നിധ്യം.
ആത്മസാന്നിധ്യം വെളിപ്പെട്ടതിന് ശേഷം ഇവർ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ അന്യഭാഷ തുടങ്ങിയപ്പോൾ അവരിങ്ങനെ ഫിന്നി ലോണ്ടൻ അവർക്ക് വേറൊന്നും പറയാൻ കഴിയുന്നില്ല. ഫിന്നി ലോണ്ടൻ എന്നാണ് പറയുന്നത്. ഫിന്നി ലോണ്ടൻ ആ യോഗം തീരുന്നതുവരെ ഫിന്നി ലോണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടർ ഭാര്യയോട് ചോദിച്ചു, ഞാനിങ്ങനെ ഫിന്നി ലോണ്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഫിന്നി ബ്രദറിനെ ലണ്ടനിൽ അയക്കാനായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നിന്നെ ഉപയോഗിക്കുകയും. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അവളെ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ കാഹയാണ്, ഇപ്പൊ ഫിന്നി ബ്രദർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ സാധാരണ ഇപ്പൊ ലണ്ടനിലാണെന്ന് പറഞ്ഞു. അവൾ വാവിട്ട് കരയുകയുണ്ടായി. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കർത്താവ് അവളുടെ ഭാഷ ഉപയോഗിച്ചു. അവൾക്കൊരിക്കലും ആ സ്ഥലപ്പേരറിയത്തില്ല, ഞാൻ അവളാണെന്ന് അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് അത് അറിയാവുന്നതിനാൽ അവളിലുള്ള പ്രാർത്ഥനാ വരത്തെ എന്നെ അവിടെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അവളുടെ അധരം കൊണ്ട് അരുണാചൽ പ്രദേശിൽ ഉപയോഗിച്ചു. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് മരണത്തെ മുഖാമുഖമായി നേരിടുന്ന ഒരു വ്യക്തി നിന്റെ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുകയാണ്. ബന്ധിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തികളുടെയുള്ള കൽപ്പനകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പകരുകയാണ്. ദുഷ്ടന്റെ കെട്ടുകൾ തകരട്ടെ.